അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മൾ ജീവയുടെ ഡെലിവറിയും നമ്മൾ എങ്ങനെ കൊണ്ടുപോയി, നമ്മൾ ആശുപത്രിയിലെ എക്സ്പീരിയൻസ് ആയാലും ഡെലിവറിയിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളായാലും, അപ്പോൾ അത്രയും കാലത്തെ റിപ്പോർട്ട് എക്സ്പീരിയൻസ് മാളൂസ് പറയുന്നതാണ്. ഇത് ബേസിക്കലി നമ്മൾ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഇവർ രണ്ടുപേരുടെയും ഡെലിവറി നടന്നത്. ലാസ്റ്റ് ചെക്കപ്പിന് ചെന്നിട്ട് അഡ്മിറ്റ് ആവുമെന്നാ പറഞ്ഞത്. ഡിസംബർ ലാസ്റ്റ് വീക്കിന് പോയിട്ട് പിന്നെ ജനുവരി 2-നാണ് ഡേറ്റ് പറഞ്ഞത്. ജനുവരി 2-ന് ചെന്ന് അഡ്മിറ്റ് ആയി. ജനുവരി 2-ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അഡ്മിറ്റ് ആയി. നമ്മൾ അഡ്മിറ്റ് ആയി. നമുക്ക് അപ്പം തന്നെ റൂം കിട്ടിയോ? ഇല്ല, റൂം കിട്ടിയില്ല. നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ രാവിലെ പോയി ചെക്കപ്പ് എല്ലാം ചെയ്ത് അഡ്മിറ്റ് ആവാനായിട്ട് ഒപ്പിട്ട് കിട്ടി. എന്നിട്ട് അടുത്ത പറയുന്നത് റൂം എടുക്കുക. റൂം എടുക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാനായിട്ട് മെയിൻ ഓഫീസിൽ പോയിട്ട് റൂം സെറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ റൂം കിട്ടിയില്ല. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റൂം കിട്ടും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വാർഡിൽ കിടന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം റൂമിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് പക്ഷേ ജനുവരി 2-ന് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ റൂം കിട്ടി. ജനുവരി 2-ന് തന്നെ നമുക്ക് റൂം കിട്ടി. നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. മാളൂസിൻ്റെ അമ്മ, ഞാൻ, ആളു, 3 പേരായിരുന്നു. ബൈസ്റ്റാൻഡർ 1-2 അത്രേ അനുവദിക്കൂ. പക്ഷെ അന്ന് കൊറോണ ടൈം ഒന്നും അല്ലാത്തതുകൊണ്ട് അച്ഛനുമൊക്കെ വന്ന് എല്ലാവർക്കും പെർമിഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം പെർമിഷൻ, കൊറോണയ്ക്ക് മുമ്പുള്ള പീരീഡ് ആണത്. അവസാനം റൂം പൈസ എല്ലാം അടച്ചു. നമ്മൾ റൂമിലേക്ക് ചെന്നു. റൂമിന്റെ അന്നത്തെ റെന്റ് 600 രൂപ പെർ ഡേ ആയിരുന്നു. പക്ഷേ നമ്മൾ പാറുവിന്റെ സമയത്ത് അതിന്റെ റെന്റ് നമുക്ക് കിട്ടിയില്ല. വേറെ നോർമൽ റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. സോ അന്നക്കാലത്ത് 2300 ആയിരുന്നു ഡീലക്സ് റൂമിന്. സാധാ റൂമിന് റേറ്റ് കുറവാണ്, 1600 അത്ര 600 സംതിങ് ആണ്. നമ്മൾ ചെക്ക് ചെയ്തില്ല. ഇത് ജീവയുടെ 2017-ന് റൂം റെന്റ് 600 ആയിരുന്നു. അതിനകത്ത് TV എന്ന സർവീസ് ഒന്നും ഇല്ല. സോ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്, ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യം, ഇൻഷുറൻസ് ഉപയോഗിച്ച് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവർ അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഞാനത് ഓപ്റ്റ് ചെയ്തില്ല. റൂം കിട്ടി. റൂമിൽ കയറി ഒരു 2-3 മണി ആയപ്പോൾ റൂം കിട്ടി. സോ അത് കഴിഞ്ഞിട്ടുള്ള ഫ്ലോ ആണ് നമുക്കിനി വേണ്ടത്. നമ്മൾ ഫ്രഷായി റൂമിൽ കയറിയിട്ട് ഫ്രഷായി പ്രൊസീജിയർ തുടങ്ങി. അതിന്റെ എത്ര മണി തൊട്ടാണ് പ്രൊസീജിയർ തുടങ്ങിയത്? ആ ദിവസം വല്ലതും ഉണ്ടായിരുന്നു? ആ ദിവസം രാത്രിയിൽ വന്ന് നമുക്ക് ക്ലീൻ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു സിസ്റ്ററൊക്കെ. സിസ്റ്റർ വന്നിട്ട് ക്ലീൻ ചെയ്തു. ഓക്കെ. പിന്നെ രാവിലെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം. ക്ലീൻ യു. ഓക്കെ. പിന്നെ മറ്റേ എനിമയെ അത് തലേന്നാണ് വെക്കുന്നത്. അതന്ന് രാവിലെ, പിറ്റേന്ന് രാവിലെയാ വെച്ചത്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് 5 മണിയൊക്കെ ആയിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് 5 o'clock 5 മണിക്ക് പറ. 5 മണിക്ക് അന്ന് വയറ് ഫുൾ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് മെഡിസിൻ വെച്ച്, പെയിൻ വരാത്തോണ്ട് മെഡിസിൻ വെക്കണമെന്ന് പറഞ്ഞു. മെഡിസിൻ ആദ്യത്തെ മെഡിസിൻ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് നടക്കാൻ പറഞ്ഞു, പെയിൻ വരാൻ വേണ്ടി. എനിക്കൊരു റിയാക്ഷനും ഇല്ലായിരുന്നു. എത്ര മണിക്ക് ഡോക്ടർ എത്തിയത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? രാവിലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഓരോരുത്തരനുസരിച്ച് വിളിച്ച് 6-6:30 മണിയൊക്കെ ആയി കാണും. ഓപ്പറേഷൻ തിയേറ്ററിൽ കുറെ പേരുണ്ട്. ഓപ്പറേഷൻ കയറ്റിയോ? അത് മറ്റേ നഴ്സിംഗ് വാർഡ്? അല്ല, തിയേറ്ററിൽ കയറ്റില്ല, അതിൽ തന്നെ അറ്റാച്ച് ആയിരുന്നു. ഇതേ രീതി പെയിൻ വരാനും മരുന്ന് വെക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ. ബേസിക്കലി മെഡിക്കൽ കോളേജ് നോക്കും, ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കും. ഇതിന്റെ ഇടയിൽ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ജനുവരി 2-ല് എന്റെ ഹാർട്ട് ബീറ്റ് അല്ല, ബീറ്റ് ഉണ്ടോന്നോ അനക്കം ഉണ്ടോന്നൊക്കെ നോക്കിയായിരുന്നു. ജനുവരി 2 അന്ന് എന്നെ ഇതേ രീതി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് നോക്കിയവര്. അനക്കമുണ്ട്, എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് ഓരോ അനക്കം വരുന്നത്, എത്ര ഇതുണ്ട്, അത് കോൺട്രാക്ഷൻ ഒക്കെ അറിയാൻ വേണ്ടിയാണ് അവര് നോക്കുന്നത്. ഡെലിവറിയുടെ ടൈം ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്, കൊച്ചു തിരിഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അത് അതിന്റെ അനക്കം അനുസരിച്ചാണ് നോക്കുന്നത്. ഇപ്പുറത്തായിട്ട് ഒ പി തിയേറ്ററിന് ഇപ്പുറത്തായിട്ടൊരു റൂമുണ്ട്. അവിടെയാണ് പേഷ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് മാളൂസിനെ പ്രവേശിപ്പിച്ചു. അവിടെ പിന്നെ ബൈസ്റ്റാൻഡറിന് ആരെയും വിടത്തില്ല, അലോ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് നമ്മൾക്ക് പുറത്തു വന്ന് അറിയിക്കും, ഇൻസ്ട്രക്ഷൻ തരും. എന്നെ അറിയിക്കും. അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി ഹസ്ബൻഡിനെ വിളിക്കുക ചെയ്യുന്നത്. ആ പേര് ആരാണോ ഗാർഡിയൻ അയാളെ വിളിക്കുന്നു. അവിടെ ഒരു സെക്യൂരിറ്റിയും വെച്ചിട്ടുണ്ട് അറിയിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ
അകത്ത് നടക്കുന്ന എല്ലാം നഴ്സുമാരും ഡോക്ടർമാരും ഡീൽ ചെയ്യുന്നത് അല്ലേ? അവിടെ പിന്നെ സ്റ്റുഡൻസ് അതുവരെ മാളൂസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം പിന്നെ ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ തന്നോ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ പെയിനൊക്കെ വെച്ചിട്ട് അവര് നോക്കി പെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ ഒന്നും വരുന്നില്ല. ഇച്ച് കഴിഞ്ഞിട്ട് ആഹാരം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു സിസ്റ്റർ. പിന്നെ അത് കഴിച്ചിട്ട് ഉച്ചക്ക് അടുത്ത പെയിൻ വെച്ച് വീണ്ടും നടക്കാൻ പറഞ്ഞു. വീണ്ടും നടന്ന് ഇട്ടും എനിക്കൊരു റിയാക്ഷൻ ഒന്നുമില്ല. ഉണ്ട് എത്രയോ നടക്കാമോ അത്രയും നടക്കാൻ പറഞ്ഞു. അതെ, അവര് കോറിഡോർ നടക്കാനായിട്ട് നല്ല വിശാലമായ കോറിഡോർ ഉണ്ട്. ഈ പ്രഗ്നന്റ് ആയ ലേഡികൾ മാത്രം നടക്കുന്ന ഒരു ഡെലിവറിക്ക് കയറ്റിയ ആളുകൾ. അന്നേ ദിവസം നമുക്ക് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായോ? അന്ന് ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. വയറൊക്കെ ഉരുണ്ട് കയറി വരുന്നുണ്ട്. പക്ഷെ എന്താണ് അത് കൊച്ചു തിരിഞ്ഞു വരുവാണെന്നുള്ള ഒരു അറിയത്തില്ല. എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ആദ്യത്തെ ഡെലിവറി അല്ലേ. പക്ഷെ നടക്കുമ്പോഴത്തേക്ക് വയറ്റിൽ എന്തോ റിയാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. പെയിൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഡോക്ടർ ഇത് കൊച്ചിന്റെ അനക്കം നോക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തി. അങ്ങനെ നിന്ന് അപ്പൊ എനിക്ക് എന്തോ വല്ലാതെ തോന്നി. അപ്പോഴൊന്നും തോന്നിയില്ല. പിന്നെ കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു. അത്രയും നേരമായി പെയിനൊന്നും വരാത്തതുകൊണ്ട് ഫൈവ് സ്റ്റാൻഡേർഡ് അടുത്ത് പറഞ്ഞ് കഞ്ഞി കൊണ്ടുവരാം. കഞ്ഞി വാങ്ങിക്കാൻ പോയപ്പം കുറച്ച് ഫ്ലൂയിഡ് പോയി. ഫ്ലൂയിഡ് പോയപ്പോഴത്തേക്കാണ് ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പറയുന്നത് ഇങ്ങനെ വല്ലാത്ത പെട്ടെന്ന് ഇത് വന്നെന്ന്. അങ്ങനെ പിന്നെ പെട്ടെന്ന് എല്ലാം നിർത്തിയിട്ട് നേരെ ട്രിപ്പ് ഇടുക ചെയ്തത്. പെയിനുള്ള ട്രിപ്പല്ല, പിന്നെയാണ് പെയിൻ വരുന്ന കുറെ നേരം നോക്കിയിട്ടൊന്നും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു അതുകൊണ്ടാണ് ഒരു 3 മണിയൊക്കെ ആയി രാത്രി. അപ്പൊ നൈറ്റ് എല്ലാം ഇത് എക്സ്പെക്ട് ചെയ്യായിരുന്നു, നോക്കുമായിരുന്നു. ഡോക്ടർ വരും, ഡോക്ടറും കൂട്ടമായിട്ട് അല്ലെങ്കിൽ വരേണ്ടവർ വന്ന് ചെക്ക് ചെയ്തിട്ട് നഴ്സുമാരെ ചുറ്റിനും ഉണ്ട്. ഓരോ നഴ്സും ഓരോ പേഷ്യന്റിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അവർ വന്ന് നോക്കും. നമ്മളെ കയ്യിൽ നമുക്കൊരു കീ തന്നിട്ടുണ്ട്. എത്ര വട്ടം അനക്കം വരുന്നുണ്ടോന്ന് പ്രസ് ചെയ്യാം. അപ്പൊ അവർക്ക് അതിന്റെ അറിയാൻ പറ്റും. പിന്നെ അവർ കുറെ നോക്കിയിട്ടൊന്നും പറ്റാത്തതുകൊണ്ടാണ് പെയിൻ ഇട്ടത്. അതിലൊരു ഓരോ ഡ്രോപ്പാണ്, 4 ഡ്രോപ്പ് വെച്ചാണ് തോന്നുന്നു ആദ്യത്തെ പെയിൻ. പിന്നെ വീണ്ടും 4 ഡ്രോപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിനെ പറ്റി അന്ന് അതായത് ഓരോ ട്രിപ്പ് വീഴുന്തോറും പെയിൻ കൂടി വരും. അവരിത്ര ഇതനുസരിച്ചാണ്, നമ്മളെ പെയിൻ അനുസരിച്ചാണ് അതിന്റെ ഇത് കൂട്ടുന്നത്. പിന്നെ കൂട്ടി പിന്നെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് ഇട്ട രാത്രി 2-3 മണിയായി. 2 മണിയായി. സോ അതുവരെ മാളൂസ് ഉറങ്ങിയിട്ടില്ലയോ? അന്നത്തെ ദിവസം പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. മറ്റേ ക്ഷീണം വരികയാണെങ്കിൽ മയക്കം പിടിക്കും, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ മയക്കം പിടിച്ചു കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്നില്ലല്ലോ. പെയിൻ വന്നാലല്ലേ ഡെലിവറി നടക്കത്തുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ആദ്യമൊന്നും നമുക്ക് പെയിൻ അറിയത്തില്ല. പിന്നെ പെയിൻ കൂട്ടുകൂട്ടി അനുസരിച്ച് വരുമ്പോൾ ഒരുപാട് പെയിൻ അല്ല, 5 മിനിറ്റ് പെയിൻ വരും, വീണ്ടും പെയിൻ പോകും, വീണ്ടും പെയിൻ വരും. പിന്നെ ആ ട്രിപ്പിന്റെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ പെയിനിന്റെ കൊച്ച് തിരിഞ്ഞ് പൊസിഷനിൽ എത്തുന്നവരെ നമുക്ക് ആ പെയിൻ വരും. ഏറ്റവും അവസാനം പെയിൻ കൂടുമ്പോഴത്തേക്ക് ആണ് ഡെലിവറി നടക്കുന്നത്. അപ്പോ നൈറ്റിലൊന്നും സംഭവിച്ചില്ല. ഡോക്ടർ ഇടയ്ക്ക് ഒരു രാവിലെ 6 മണിയൊക്കെ ആയപ്പം വന്ന് നോക്കിയപ്പം കുഴപ്പമില്ല, നടക്കും, പെയിൻ അതേ രീതി കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പെയിൻ കൂടുന്നതല്ലാതെ എൻ്റെ നമുക്കിത് വികസിക്കുമല്ലോ, അത് നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും അവർ നോക്കി, പെട്ടെന്ന് യൂറിനൊന്നും പോവാതെ ആയി. അങ്ങനെ പിന്നെ അവർ യൂറിൻ എടുത്ത് ട്യൂബ് ജനുവരി 4 ഏർലി മോർണിംഗ് ആയി. പിന്നെ ഡോക്ടർ പറഞ്ഞതാണ് യൂറിൻ പോവാതായി. യൂറിൻ പറ്റുന്നില്ല, എനിക്ക് ഒഴിക്കാൻ പറ്റാത്ത യൂറിൻ ബാഗ് വെച്ച് എടുത്ത് കളയുകയോ ചെയ്തത്. പിന്നെ ഒറ്റയടിക്ക് ഞാൻ പെയിൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടിപ്പോയി. എനിക്ക് സഹിക്കാൻ വയ്യാത്ത പെയിൻ ആയിപ്പോയി. ട്രിപ്പ് കൂട്ടിയതാണോ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. പെയിൻ കൂടി അപ്പോഴത്തേക്കുമാണ്, പക്ഷേ വികസിച്ചില്ല. അപ്പൊ ഫുൾ ഫ്ലൂയിഡും ബ്ലഡും എല്ലാം കൂടെ പിന്നെ എനിക്ക് ഓർമ്മയൊന്നും ഇല്ലാതെ ആയിപ്പോയി. അങ്ങനെ
പിന്നെ അപ്പൊ ഇതിനിടയിൽ എമർജൻസിയിൽ കൊണ്ടുപോയി. അപ്പൊ ഇതൊരു എമർജൻസി ആയിരുന്നു അതിന് ശേഷം നടന്നത്. പിന്നെ പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല, എല്ലാരും കൂടെ എടുത്ത് തന്നെ കട്ടിലിടുന്നതും സ്ട്രക്ചറിലിടുന്നതും കൊണ്ടുപോകുന്നത് മാത്രമേ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് അടുത്ത ചെയ്ത് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തെടുക്കുക. അനസ്തേഷ്യ തന്നതൊന്നും എനിക്ക് അറിയത്തില്ല, ഓർമ്മയൊന്നുമില്ല. സോ ബേസിക്കലി എക്സ്പെക്ട് ചെയ്യുന്നത് നോർമൽ ഡെലിവറിയാണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പം 1.5 hour കൂടെ മതിയെന്ന് ഡോക്ടർ പറയുന്ന കേൾക്കായിരുന്നു എനിക്ക്. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കേൾക്കായിരുന്നു ഇനി 1.5 hour കൂടെ മതി. പക്ഷെ ആ സമയത്ത് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. സ്ട്രക്ചറിലിട്ട് അവര് നോക്കും നമുക്ക് റിയാക്ഷൻ വല്ലതും ഉണ്ടോന്ന്, ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അലർജിയോ റിയാക്ഷൻ വല്ലതും ഉണ്ടോന്ന് പറഞ്ഞ് 2-3 മരുന്ന് നമുക്ക് കുത്തിവെക്കും. എന്നുവെച്ചാൽ എമർജൻസി പോവുകയാണെങ്കിലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും മരുന്ന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്കത് റിയാക്ഷൻ ആവുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവരത് വട്ടം വരച്ച് എഴുതുന്നുണ്ട്. റിയാക്ഷൻ ഇവളെ കൈ മൊത്തം എഴുതായിരുന്നു, 2 കൈയിലും അവര് നോക്കും, ഓരോ ഡോക്ടേഴ്സ് എഴുതി വെക്കും. പിന്നെ എന്റെ പുറത്തുള്ള അവരുടെ കണക്കൂട്ടിൽ അതിനകത്ത് എഴുതി വെക്കും മറ്റൊരു ഡോക്ടർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അവർക്ക് ഒരു ഡൗട്ട് തോന്നിയപ്പോഴേ അവരിതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ബ്ലഡ് പോയത്. ഇങ്ങനെയാണ് കിടക്കുന്ന ബെഡിനടുത്ത് ഇങ്ങനെ അടിയിൽ വിരിപ്പോടെ പിടിച്ച് സ്ട്രക്ചർ ഇടുക, നേരെ വലിച്ചുകൊണ്ട് പോവുക. എന്നെ മുമ്പിൽ കൂടെ കൊണ്ടുപോയത്. പിന്നെ നമ്മളെ നടുക്കൂടെ ഹാളിലൂടെ കടത്തി അപ്പുറത്തെ ഒ പി തിയേറ്ററിൽ കൊണ്ടുപോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നോർമലാണ്. ഓപ്പറേഷൻ എഴുതി വാങ്ങിച്ചില്ലായിരുന്നു. എന്റേതൊന്ന് ഒപ്പിട്ട് മേടിച്ചു, കൺസെന്റ് എല്ലാം ഒപ്പിട്ട് മേടിച്ചു. ഒ പിയിലേക്ക് കയറ്റിയല്ലേ. എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ നല്ല അപ്പൊ നല്ല വിളിയുണ്ട്. പെയിൻ ഉള്ളത് കൊണ്ട് നന്നായിട്ട് അദ്ദേഹം കരയുകയല്ല, അല്ല വിളി നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ട് എവിടെ അച്ഛനും അമ്മയെന്ന് നന്നായിട്ട് നമ്മളെല്ലാം ഒന്ന് ഭയന്നു. എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോ, വിളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല. പെട്ടെന്ന് ആരോ വിളിച്ചപ്പോ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നു നോക്കി. പക്ഷെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എല്ലാരും പറയും അറിയാന്ന്. മോളെ സമയത്ത് ഞാൻ എല്ലാം അറിഞ്ഞു, മോന്റെ സമയത്തൊന്നും അറിഞ്ഞില്ല എങ്ങനെയാണെന്ന്. ഡെലിവറി അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് കാണാൻ വന്നപ്പം ആണ് ഞാൻ ജസ്റ്റ് കണ്ണു തുറന്നു. അത്രയും മയക്കത്തിലായിരുന്നു. അങ്ങനെ അവര് പിന്നെ സിസേറിയനിലേക്ക് മുതിർന്നു, വയറ് കീറി കൊച്ചിനെ പുറത്തെടുത്തു. അനസ്തേഷ്യ ഏത് ടൈപ്പ് അനസ്തേഷ്യ അത് ആ സമയത്തൊക്കെ തരുന്നതാ. രണ്ടാമത്തേന് നടുവിലായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു, ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഒത്തുകൂടി ഈ എമർജൻസി ഡീൽ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ഇവർ പറയുന്നത് എമർജൻസി അതിനായിട്ട് അവർ എക്സ്ട്രാ 16,000 എടുത്തിട്ടുണ്ട്. സോ അവിടെ സംഭവിച്ചത് നോർമൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ നോർമൽ നടന്നില്ല. അതിനിടയ്ക്ക് എമർജൻസി കയറി വന്നു. സോ അതിലേക്ക് CS മുതിർന്നു. അങ്ങനെ ഡെലിവറി അപ്പൊ തന്നെ നടന്നു. വയറ് കയറി പുറത്തെടുത്തു. 11:30 തന്നെ പുറത്തെടുത്തതിന് ശേഷം പിന്നെ പുള്ളി മാളൂസിനെ ഇങ്ങോട്ടേക്ക് മാറ്റി ICUലേക്ക് മാറ്റി. അത് ICUലേക്ക് മാറ്റിയിട്ട് എന്നെ മാത്രം ഒരാളെ കയറാൻ സമ്മതിച്ചു. ഞാൻ പോയി കയറി കണ്ടു. കൊച്ചിനെ എന്നെ ഇപ്പൊ കാണിച്ചോ? കൊച്ചിനെ കാണിച്ചിട്ടാ പോയത്. കൊച്ചിനെ ഒരു നേഴ്സ് കൊണ്ട് കൊച്ചിനെ എടുത്ത് ഞങ്ങളെല്ലാം അപ്പൂപ്പനെ അമ്മൂമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ കൊച്ചിന്റെ ICU വേറെയുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു 6 ദിവസം, എല്ലാം കൂടെ 6 ദിവസം ഇല്ലേ, എല്ലാം കൂടെ 6 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. ഒരു ചെക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി, വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് വിടുന്നത്. ICUലായിരുന്നു ഞാനും എവളെ അമ്മയും ഞാൻ എൻ്റെ അമ്മയും കൂടെ. ഇപ്പുറത്ത് ഒരു ലോങ് ഉണ്ട്, അവിടെ ഇരിക്കുന്ന രാത്രി കിടക്കുവാണ്, വെയിറ്റ് ചെയ്യുവാണ്. ഇത് സാധാ റൂം ആയതുകൊണ്ട് റൂമിലേക്ക് വിളിച്ചു പറയത്തില്ല. പക്ഷേ നമുക്ക് ഡീലക്സ് റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് റൂമിൽ ഇരുന്നാൽ മതി. റൂമിലത്തെ കാര്യമാണ് പറയുന്നത്. റൂമിൽ ഇരുന്നാൽ മതി. പ്രഗ്നൻസി നടക്കുമ്പോഴായാലും എപ്പോഴായാലും റൂമിൽ ഇരുന്നാൽ മതി. അവർ റൂമിലേക്ക് വിളിച്ചു പറയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൂമിൽ തന്നെ വിളിച്ചു പറയും. സാധാ റൂമാണെങ്കിൽ അവരങ്ങനെയല്ല. നമ്മുടെ അവിടുത്തെ ഒരു ലോങ് ഉണ്ട്, വെയിറ്റിംഗ് റൂം ഉണ്ട്, അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അവിടെ പോയി കിടക്കുകയോ നമുക്ക് ഇരിക്കുകയോ എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഒന്ന് വെയിറ്റിംഗ് റൂമിൽ പറയും കാര്യങ്ങൾ. എവിടെ കാര്യത്തിൽ പാറുവിൻ്റെ ഡെലിവറി സമയത്ത് നമ്മൾ ഡീലക്സ് റൂമിലായിരുന്നു. ഡീലക്സ് റൂമിൽ നമുക്ക് അവിടെ മാത്രം ഇരുന്നാൽ മതി, വേറെങ്ങും പോകണ്ട. ഞാനും അമ്മയായിരുന്നു കൂടെ. സോ റൂമിലേക്ക് വിളിച്ചു പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ അന്ന് അറിയായിരുന്നു അത് സിസേറിയനെ ചെയ്യിക്കുള്ളൂ അറിയായിരുന്നു. നോർമലി അവര് നോക്കിയില്ലല്ലോ. ഇവന് ഫസ്റ്റ് സിസേറിയൻ ആയല്ലോ ഇപ്പം. അതുകൊണ്ട് പാറൂസിന് രണ്ടാമത്തെ മോക്ക് അത് സിസേറിയൻ ആയിരിക്കും.
സോ നമുക്ക് കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ? ഇല്ല അപ്പൊ ഒന്നും തരത്തില്ല. ഒരു ട്രിപ്പ് തന്നെ ഇട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമുക്ക് പിന്നെ അതിന്റെ അകത്ത് വേണമെങ്കിൽ വെള്ളം ചോദിച്ചാൽ തരും. വെള്ളം കുടിച്ചുകൂടാ, വെള്ളം ചോദിച്ചാൽ തരും. എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. എന്റെ ചുണ്ടൊക്കെ വന്നിട്ട് ആരോ വെള്ളം കുടിക്കുന്ന കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ചോദിച്ചു, അവരെനിക്ക് തന്നതാ. നമുക്ക് ചോദിച്ചാൽ കുറച്ച് തരും, കഴിച്ചുകൂടാ. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ നമ്മളെ ദേഹത്ത് ആവശ്യമുള്ളത് ട്രിപ്പിൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ പെയിൻ ആയിരിക്കും, ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. എങ്ങോട്ടനങ്ങിയാലും വേദന. അതെന്ന് വെച്ചാൽ നോർമലിന്റെ വേദനയും ഞാൻ അനുഭവിച്ചു, സിസേറിയന്റെ വേദനയും അനുഭവിച്ചു. നോർമലിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ആയ ശേഷമാണ് സിസേറിയനിലോട്ട് പോയി. അപ്പൊ രണ്ടും ബോഡി അത്രയും വീക്കായി ഇരിക്കുവായിരുന്നു. അപ്പൊ ഇത് റെയർ കേസാണ്. അവര് മെഡിക്കൽ കോളേജിലേക്ക് മറ്റൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനൊന്നും പറഞ്ഞില്ല. അവിടെ തന്നെ ഡീൽ ചെയ്തു. അവര് ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് വന്നു, അതിന് ഭദ്രമായിട്ട് ഡീൽ ചെയ്തു. ICU എത്ര ദിവസം വരെ കിടന്നു? ICUല് നമ്മള് പിറ്റേന്ന് രാവിലെ കട്ടൻ ചായ തേയിലവെള്ളം കൊണ്ട് തരും, അത് കുടിക്കും. കഴിക്കാനൊന്നും അപ്പം തരത്തില്ല. അടുത്ത ദിവസം രാവിലെയാണ് കട്ടൻ ചായ. അതുവരെ നമുക്ക് സോളിഡ് ഫുഡ്സ് ഒന്നും കൊടുത്തില്ല. ട്രിപ്പ് തന്നെ കിടക്കുകയാണ്. പിന്നെ ICUന്ന് ഇറങ്ങിയിട്ടാണോ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്? അതോ ഇറങ്ങിയെന്ന് വെച്ചാൽ അവര് പിറ്റേന്ന് നമ്മള് ഇതൊക്കെ ഡയപ്പറൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവര് പിറ്റേന്ന് നോക്കും, യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ നോക്കും. യൂറിൻ പോകണുണ്ടോന്നോ. യൂറിൻ പോയാൽ മാത്രമേ നമ്മുടെ ICUന്ന് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് യൂറിൻ ട്യൂബ് ഇട്ടേക്കുമായിരിക്കും അത്രയും ദിവസം. പിറ്റേന്ന് യൂറിൻ ട്യൂബൊക്കെ മാറ്റി ഇട്ട് അവര് നോക്കും. യൂറിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് റൂമിലോട്ട് അവര് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ചെന്നിട്ട് പിന്നെ കഞ്ഞിയൊക്കെയാണ്, കട്ടിയാഹാരം കഴിക്കാതെ കഞ്ഞിയൊക്കെ നോർമലായിട്ട്. അവിടുത്തെ ക്യാൻറ്റീനില് ഈ രോഗികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡ് അവിടെ കിട്ടും. അവിടുത്തെ പറഞ്ഞത് കഞ്ഞി ആയാലും അതായത് രോഗികൾക്ക് കുടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫുഡ് അവിടുത്തെ ക്യാൻറ്റീനിൽ കിട്ടും. അവരുടെ ചെന്ന് പറയുക രോഗിക്കാണെന്ന്. അപ്പോൾ അവർ കറക്റ്റ് തരുന്നതാണ്. അല്ലാതെയും അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ രോഗികൾക്കും സ്പെഷ്യലായിട്ട് അവർ വേറെ കൗണ്ടർ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് തലേന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് ചേട്ടൻ ഇടയ്ക്ക് ഇതുവരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? ഷിഫ്റ്റ് ഇപ്പം നമുക്ക് ICU കിടക്കുകയാണ്. ICU കിടന്നിട്ട് ഫസ്റ്റ് മോനെ കണ്ടിട്ട് ഏട്ടൻ ഇങ്ങ് വന്നില്ലേ, വീട്ടിൽ വന്നില്ലേ? ഓ, ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായോണ്ട് മമ്മി ഉണ്ടായോണ്ട് മമ്മി ഇവിടെ കൊണ്ടാക്കിയിട്ട് മമ്മി ഇവിടെ നിന്ന് ചോറൊക്കെ തന്നു വിട്ട് എനിക്ക്. അന്ന് മാമിമാരൊക്കെ വന്നപ്പോ അവര് ആഹാരമൊക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ രാത്രിയിലത്തേക്ക് ചേട്ടൻ വന്നപ്പോ കൊണ്ടുവന്ന് പിറ്റേന്ന് ഡെയിലി മാറി തരാം. അപ്പൊ ഇതുവരെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയോ? റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയോ? റൂമിലേക്ക് എന്നാ ഷിഫ്റ്റ് ആക്കിയത്? പിറ്റേന്ന് ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ദിവസം അവിടെ കിടന്നു, ICU കിടന്നു. അടുത്ത ദിവസമാണ് നമ്മള് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുന്നത്. 11 മണിയൊക്കെ ആയി. അടുത്ത ദിവസം 11 മണിക്കാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുന്നത്. സോ കൊച്ചിനെ അതിന് മുമ്പ് കൊണ്ടു കൊടുത്തു കേട്ടോ. കൊച്ചിനെ ഇവിടെ വരുന്നതിന് ഒരു എത്ര മണിക്കൂർ മുമ്പ് നമുക്ക് കൊണ്ടു തന്നു. ഫീഡ് ചെയ്യുമ്പോൾ മാത്രം തിരിച്ച് അവർ മേടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ടുതരും. ICU കിടന്നപ്പം 2 വട്ടം വന്ന് ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നായിരുന്നു. പിന്നെ റൂമിൽ കൊണ്ടുവന്നു. റൂമിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് എല്ലാം വന്ന് ചെക്കപ്പ് ചെയ്യും. നഴ്സുമാരെല്ലാം കൂടെ വരും, ചെക്കപ്പ് ചെയ്യും. എനിക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, റൂമിൽ വന്നിട്ടും ട്രിപ്പ് ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, കൊച്ചിനും BCG ഒക്കെ എടുക്കണമായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിയാൻ വേണ്ടി BCG എടുക്കുന്ന അന്നാണ് അവര് അതെല്ലാം ചെക്കപ്പ് ചെയ്തത്. പിന്നെ കുളിച്ചോളാൻ പറഞ്ഞു, മറ്റേ സ്റ്റിച്ച് നനയാതെ നല്ല രീതിയിൽ കുളിച്ചോളാൻ പറഞ്ഞു. വാക്സിനേഷൻ ആ ഒരു പീരീഡ് എടുത്തോ നമുക്ക് ആ ദിവസം? അതോ ദിവസമൊന്നും എടുത്തില്ല, മൂന്നാമത്തെ ദിവസം വാക്സിനേഷൻ ഒക്കെ എടുത്തിരുന്നു. BCG എടുത്തു. BCG പിന്നെ വേറെ മഞ്ഞയുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ. അതായത് ശരീരത്തിലെ മഞ്ഞപ്പാടുകളുണ്ടോ, കണ്ണിന്റെ മഞ്ഞപ്പാടുകളുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ വിടുന്നത്. ഇടയ്ക്ക് പറഞ്ഞു ഡോക്ടർ വന്ന് സ്റ്റിച്ചിന്റെ ഇത് മാറ്റാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മഞ്ഞളൊന്നും തേച്ച് കുളിപ്പിക്കണ്ട, അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല കൊച്ചിന് മഞ്ഞുണ്ടോ. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ചില പിള്ളേർക്ക് വരും, ആദ്യം തന്നെ ഉണ്ടെങ്കിൽ അറിയും. അത് വരാതിരിക്കാനായിട്ട് ഡോക്ടർ പ്രഗ്നൻസി പീരീഡ് അല്ലേ, അതായത് എത്ര, അതായത് 9 മാസം വരെ പറഞ്ഞത് വയറിന് വെയിൽ കൊള്ളിക്കുക ഇങ്ങനെ പറഞ്ഞിപ്പോ. റൂം ക്ലീനിങ്, റൂമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റൂം ഏത് നേരം രാവിലെ വന്ന് ക്ലീൻ ചെയ്യും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് ക്ലീൻ ചെയ്യും, വൈകിട്ടും രാത്രി നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്ത് തരും. എന്ന് വെച്ചാൽ 2 കട്ടിലേ ഉള്ള ആ സമയത്ത് നമ്മൾ കൊച്ചിനെയും കൊണ്ട് കൊച്ചു കരയുമായിരിക്കും. ആദ്യത്തെ ദിവസം ഒന്നും എനിക്ക്
ഞാൻ എന്നെ റൂമിൽ കൊണ്ടുവന്നതിൻ്റെ അന്നൊന്നും ഇതില്ലായിരുന്നു, പാലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു പൊടി എന്തൊരു പൊടി തന്നു. അത് മോക്കായിരുന്നു, മോനില്ലായിരുന്നു. മോക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്ക് ടെമ്പറേച്ചർ വന്നായിരുന്നു ആ സമയത്ത്. ടെമ്പറേച്ചർ വന്നപ്പോ മോക്ക് അപ്പം കൊടുക്കാൻ പറഞ്ഞു. മോന്റെ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്നായപ്പോ എനിക്ക് ഉണ്ടായോണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ നല്ലവണ്ണം ചവച്ചരച്ച് കഴിച്ചോളാൻ പറഞ്ഞു. ആദ്യത്തെ 2 ദിവസം കഞ്ഞി തന്നെ കുടിച്ചത്. പിന്നെ പയ്യെ ഓരോന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ജ്യൂസ് ഐറ്റംസ് കുടിച്ചു. ക്ഷീണം മാറാൻ വേണ്ടി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതൊക്കെ ക്ഷീണം മാറാൻ പതുക്കെ ചെയ്തു. പിന്നെ 7ന്റെ അന്ന് അവര് ഡിസ്ചാർജ് ചെയ്തു. എന്തെങ്കിലും സ്കാനിങ് അതിനുശേഷം ചെയ്തോ? സ്കാനിങ് ഒന്നുമില്ല. അങ്ങനെ 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിഞ്ഞാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. ബേബിയും മദറും ഇങ്ങനെ എന്നെ കൺസിഡർ ചെയ്താണ് അവർ ചെയ്യുന്നത്. പിന്നെ അവര് കൊച്ചിന്റെ എല്ലാം നോക്കും, കാലിന്റെ നീളം, കൈയുടെ നീളം, ഹെഡ്, ഇത് എല്ലാം, തലയുടെ സർക്കംഫറൻസ് എല്ലാം ചെക്ക് ചെയ്ത്. പിന്നെ 5ന്റെ അന്ന് മോന്റെ മറ്റേ പൊക്കൽ കുടിയൊക്കെ പോയി, മറ്റേ സ്ട്രിപ്പിട്ട് വെച്ചേക്കും ഇതായി പോവാൻ വേണ്ടി. അത് 5ാമത്തെ ദിവസമാണ് ഓട്ടോമാറ്റിക് ഇളകി പോകും അല്ലേ? ചിലർക്ക് അത് 13, 14 ഒക്കെ ദിവസങ്ങളിൽ നിൽക്കും. ഓരോ ഇതനുസരിച്ചാണ്. ചിലർക്ക് 5ന്റെ അന്ന് പോകും. എനിക്കത് അറിയത്തില്ലായിരുന്നു അങ്ങനെ പോകുന്നുള്ളതൊന്നും. അത് പോയ ഒരു കരച്ചില്ല. ഞാൻ വിചാരിച്ചു എന്തോ വലിയ ഇതാണെന്ന്. എനിക്ക് ആ സമയത്തൊന്നും അറിയത്തില്ല. നഴ്സുമാരുടെ അപ്രോച്ച് ഒക്കെ വളരെയധികം. നഴ്സ് ഞാൻ ഈ പൊക്കം കൂടി പോയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ വീണ്ടും പിന്നായിട്ട് കളിയൊക്കെ ആക്കുമായിരുന്നു. ഇനി അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു പോകും. കളിയാക്കുന്നത് പോസിറ്റീവ് സെൻസ് ആണ്, നെഗറ്റീവ് അല്ല. അവര് ഒരു നഴ്സുമാരൊരു ഡെസ്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ചെന്ന് വിളിക്കുക, അവര് നമ്മളെ അപ്രോച്ച് ചെയ്യും. എന്തുണ്ടെങ്കിലും അവര് വന്ന് നോക്കും, വിളിക്കുമായിരുന്നു. എനിക്ക് 4 ദിവസവും ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാറ്റിയത്. നമുക്ക് വേണ്ടതെല്ലാം അവിടെ തന്നെ ഉണ്ട്. ക്യാൻറ്റീനായാലും എന്തെങ്കിലും മേടിക്കണമെന്നായാലും ബക്കറ്റായാലും ഒന്നും വെളിയിൽ പോയിട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും നമുക്ക് കൊച്ചിന് വേണ്ട മെത്തയോ അല്ല നെറ്റോ മറ്റ് ഇടയില് എമർജൻസിയിൽ കയറിയപ്പോഴത്തേക്ക് അവര് പറയും കൊച്ചിനുള്ള ഉടുപ്പ്, വെള്ള തുണി ഇതെല്ലാം കൊടുക്കാൻ പറയും. അതെ, ഒരു സെറ്റ് ഉണ്ട്. അത് എഴുതി തരും. മേടിച്ചുകൊണ്ട് വരാനായിട്ട് അവിടെ തന്നെ ഒരു സ്റ്റാൾ ഉണ്ട്. അവിടെ എല്ലാം കിട്ടും. ഞാൻ മേടിച്ചോണ്ട് കൊടുക്കും. പിന്നെ ഈ ഡോക്ടർ എഴുതി തരുന്ന സംഗതികൾ അവിടെ തന്നെ അകത്തൊരു സ്റ്റാളുണ്ട്, അവിടെ കിട്ടും. 2 പേരുടെ ഡെലിവറി സമയത്ത് നമ്മൾ മേടിച്ചു കൊടുത്തിരുന്നു. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അത് എന്തൊക്കെയായിരുന്നത്? പാഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതായത് ഇമ്മീഡിയറ്റ് കെയറിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം. അതെ, ബേബിക്ക് വേണ്ടി. മോന്റെ സമയത്ത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ പൊതുവല്ലേ അതെല്ലാം വാങ്ങിച്ചത്. പിന്നെ കൊറോണ സമയത്തായോണ്ട്. കൊറോണ സമയത്ത് അത് നമുക്ക് വേറൊരു വീഡിയോ പറയാം. കൊറോണ സമയത്ത് വളരെയധികം ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ 3 പേരും കൊറോണയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട്. പക്ഷേ അന്ന് നമുക്ക് കൊറോണ ടെസ്റ്റിൽ നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അകത്ത് കടത്തി വിട്ടത്. അത് വേറൊരു എപ്പിസോഡ് നമ്മൾ പറയുന്നതാണ്. പിന്നെ നമുക്ക് ഇത് ആധാറൊക്കെ രജിസ്റ്റർ ചെയ്യാനൊക്കെ എന്നായിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിന് എവന് വേണ്ടി അവർ എഴുതിയെടുത്തോണ്ട് പോകും. അടിയിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇത് ഡീൽ ചെയ്യാനായിട്ട്. കുട്ടികളുടെ പേര് മുമ്പ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ വെച്ച് തന്നെ എല്ലാം. അതെ, പേര് കണ്ടെത്തി വെച്ചിരിക്കണം. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ ചെന്ന് മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷേ പേര് കണ്ടെത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. പേരും കറക്റ്റ് അഡ്രസ്സും അവിടുത്തെ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യം രജിസ്റ്റർ ആവുന്നില്ലേ, അവിടെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് വരുന്നത്. അവിടുത്തെ ഗ്രാമപഞ്ചായത്തിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് വരുന്നത്. സോ പക്ഷെ ആധാറിന് ഇവളുടെ കേസിന് ആധാരം നമുക്ക് എഴുതിയെടുത്തൊന്ന് പോയി. അവന്റെ കേസിന് ആധാർ എഴുതിയെടുത്തോ? എഴുതി ആധാർ എഴുതി കിട്ടിയില്ല. അത് എന്തോ പ്രശ്നമുണ്ടോ, മാറ്റിയെടുക്കാം. മോന് പിന്നെ അന്നത്തെ ആ സമയത്ത് 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ആ പിള്ളേർക്ക് ആധാർ എടുക്കണമെന്നുള്ള റൂൾ വന്നു കൊണ്ടുപോയി എടുത്തായിരുന്നു. അന്ന് 1 വയസ്സായില്ല. 1 വയസ്സാവുന്നതിന് മുമ്പ് മോനെ എടുത്ത്. സോ ഈ 6 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യുന്ന പരിപാടി നമ്മൾ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പം ബൈസ്റ്റാൻഡർക്ക് ഇതിൽ നല്ല പണിയുണ്ട്. അതുവരെ കാര്യം ഇന്നായിട്ട് ഞാൻ പറയുന്നത്, ഒരു ഹെൽപ്പും കൂടെ ഒരാൾ കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഈസി ആയിരിക്കും. ഒരു ബൈസ്റ്റാൻഡറായിട്ട് പോയാൽ പാടൊന്നുമില്ല, സർവീസൊക്കെ ഈസിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ്. നമുക്കൊരു ഹാസൽ ഫ്രീ ആയിരിക്കും.
ടെൻഷൻ കുറവായിരിക്കും. ഇപ്പം പിന്നെ വണ്ടി എന്തെങ്കിലും ഈ 6 ദിവസത്തേക്ക് മേടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. വണ്ടി കാറോ ബൈക്കോ, കാറായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പോയി കൊണ്ടുവരാനോ വെളിയിൽ പോകണമെങ്കിലോ അലച്ചിലല്ലേ, അലച്ചിലാകുമ്പം നമുക്ക് കംഫർട്ടോടെ അത് ചെയ്തെടുക്കുമ്പം അത്രയും ടെൻഷനോ നമുക്ക് കൂടുതൽ ക്ഷീണമോ വരത്തില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. സോ കംഫർട്ട് ആ ദിവസം ഈ ബസ് സ്റ്റാൻഡർക്കും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ദിവസങ്ങളിൽ ഉറക്കം സാധനം വളരെ കുറവായിരിക്കും എല്ലാവർക്കും ആ റൂമിലുള്ള. ശരിയല്ലേ? മദറിനും കുറവായിരിക്കും, കുട്ടി കുറവ്. പിന്നെ ഇല്ല, കുട്ടി ആദ്യത്തെ ദിവസം ഉറങ്ങില്ല. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ പാടൊന്നുമില്ലായിരുന്നു. രാത്രി കിടന്ന് ഉറങ്ങിക്കോളുമായിരുന്നു. പാലും ഒക്കെ ഉണ്ടായതുകൊണ്ട് നിർബന്ധമൊന്നുമില്ലായിരുന്നു രണ്ടുപേർക്കും. പിന്നെ ചില ദിവസം പിന്നെ നമ്മളെ യൂറിൻ പോണ ഒരു പരിപാടിയും കണ്ടില്ലായിരുന്നു. അത് കൊച്ചുങ്ങളെ നോക്കും. കൊച്ചുങ്ങളെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് യൂറിൻ പോകുന്നുണ്ടോ, പിന്നെ മലം പോകുന്നുണ്ടോ എന്നുള്ള പോകുന്നുണ്ടോ എങ്ങനെയാണെന്നും, പിന്നെ അത് ഓരോ ദിവസം തന്നെ അവിടെ കിടക്കുമ്പോൾ തന്നെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആവും. അവര് ഓരോ ദിവസത്തെ വളർച്ചയുടെ അനുസരിച്ചുള്ള കളർ ചേഞ്ച്. ഏത് മലത്തിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതും നോട്ട് ചെയ്യും. ആ കളറിനനുസരിച്ച് എന്തെങ്കിലും വേരിയിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സയും കൊടുക്കുന്നതാണ്. മോഷൻ എങ്ങനെയാണ് അവർ പോണെന്നുള്ളതൊക്കെ അവർ നോക്കും. പിന്നെ എവിടെ കേസിൽ, ബാറിന്റെ കേസിൽ ഫസ്റ്റ് ബ്ലീഡിങ് നടന്നിരുന്നു. മെൻസസിന്റെ ഫസ്റ്റ് ബ്ലീഡിങ് ചില പിള്ളേർക്ക് നടക്കും, ചിലർക്ക് നടക്കുന്നില്ല. മിക്ക കേസിൽ നടക്കാനൊക്കെ ഉണ്ട്, ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് ചെന്നിട്ട് 4th ഡേയില് അവർക്ക് ചെറുതായിട്ട് ബ്ലീഡിങ്, ഒരുപാടൊന്നുമില്ല, ചെറിയ രീതിയിൽ. ഇത് 4 to 10 ഡേയ്സിന്റെ ഇടയിൽ നടക്കും എന്ന് പറയും. റൂമിലൊരു ഫാൻ കാണും, പിന്നെ ഒരു നോർമൽ ഡെസ്ക് വിത്ത് ഒരു അലമാര, പിന്നെ വെള്ളത്തിനൊക്കെ അവിടെ തന്നെ ഒരു നല്ലൊരു ഫിൽറ്റർ, ചൂടുവെള്ളം, സാധാ വെള്ളം, തണുത്ത വെള്ളം, എല്ലാത്തിനും പ്രത്യേക ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ എടുത്താൽ മതി. കുപ്പി നിറച്ച് ഒരു ഞാൻ പറയുന്നത് ഒരു സാധാരണ ഫ്ലാസ്ക് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകണമായിരിക്കും ബെറ്റർ. അതിനെ സ്റ്റോർ ചെയ്ത് റൂമിൽ കൊണ്ട് വെക്കുക. സോ ദാറ്റ് അത് നമുക്ക് എപ്പോഴും പോയി എടുക്കണ്ടല്ലോ. മാത്രമല്ല വാർഡിലാണെങ്കിൽ വേറെ ഫെസിലിറ്റീസ് തന്നെയുണ്ട്. വാർഡിലായിരിക്കും ഞാൻ പറഞ്ഞത്, വാർഡാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ. ആളെന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ, ഒരാളെ ഉള്ളെങ്കിൽ ഈ ആളെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും. റൂം ഉണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റും ഉണ്ട്. പക്ഷെ വാർഡിലുണ്ടെങ്കിലും അത്ര നമുക്ക് ഉപേക്ഷയൊന്നും അവർ കാണിക്കുന്നില്ല. വളരെയധികം ഡീസന്റ് ഫെസിലിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടേഴ്സിന്റെ ബിഹേവിയറിനെ പറ്റി പറഞ്ഞേ. ഡോക്ടേഴ്സ് ഇങ്ങനെ റൗണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഡോക്ടറും ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ കണ്ട ഡോക്ടർ മാത്രമല്ലായിരിക്കും വരുന്നത്, എല്ലാ ഗൈനോയും എല്ലാം വരും. ബേബിയുടെ ആയാലും എല്ലാവരും വന്ന് ചെക്കപ്പ് ചെയ്യും. അതായത് പീഡിയാട്രീഷ്യൻ വേറെ വരും. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് വന്നിട്ട് പോകും. അതൊക്കെ രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉറങ്ങി ഇങ്ങനെ മയക്കം പിടിക്കുമ്പോഴായിരിക്കും ഓരോ ഡോക്ടർ ഇങ്ങനെ വന്ന് പോകുന്നത്. അതിനിടയ്ക്ക് നമ്മളെ പാറൂസ് കൂടെ അല്ല, കുട്ടി ഇങ്ങനെ ചാടി എണീച്ച് കരയുമ്പം, അപ്പം ബൈസ്റ്റാൻഡർക്കും ഈ 6 ദിവസം 7 ദിവസം നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കേണ്ട ദിവസങ്ങളാണ്. ഒപ്പം നമ്മൾ റൂമിനകത്തുള്ള ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അടുത്ത പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈജീൻ റൂമിനകത്ത് നമ്മൾ ഷൂസോ ചെരുപ്പോ ഒന്നും ഇട്ട് കയറരുത്. കാരണം ഞാനത് ആദ്യ ദിവസങ്ങളിൽ ചെരുപ്പിട്ട് അകത്ത് കയറിയിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചു. അപ്പം കാരണം പുതിയതായിട്ടൊരു കുട്ടി വരികയാണ്, കുട്ടിക്ക് ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാം, മറ്റുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. ഡോക്ടർ തന്നെ പറയും നിങ്ങൾ അകത്ത് പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അധികം ഫാൻ ഇടരുത്. ഫാൻ എങ്ങനെയാണ്? ഏറ്റവും കുറച്ച് വേണം ഫാൻ ഇടാനായിട്ട്. ഫാൻ ഇടാത്തതിന്റെ കാര്യം എന്താ? കൊച്ചിന് തണുപ്പ് ആദ്യത്തെ വയറ്റിൽ നമുക്ക് വന്നതേ ഉള്ളൂ, റിയാക്ഷൻ വരത്തില്ലേ? അല്ല, വേറെന്ത് ഇഷ്യൂ ഉണ്ടല്ലോ, ഡ്രൈനസ് വരുമോ? കാറ്റ് കയറും എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ല. അതിനെ പറ്റിയുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും വളരെ കുറച്ച് സ്പീഡിൽ മാത്രമേ നമുക്ക് ഫാൻ ഇടാൻ പറ്റൂ. പക്ഷെ AC റൂം എടുത്തപ്പോഴും അവർ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കൊച്ചിന് തണുപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, അത് മറിച്ച് വെച്ച് യൂസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അതെ, ഡീലക്സ് റൂമിൽ AC ഫെസിലിറ്റീസും TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, പിന്നെ ഫോണുണ്ട്, നല്ലൊരു ബാത്റൂം ഉണ്ട്, പിന്നെന്തൊക്കെയുണ്ട്, അത് കിട്ടേണ്ടതെല്ലാം കിട്ടും. ചാർജിങ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്.
എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും ഉണ്ട്. നമ്മൾ സ്വിച്ച് എല്ലായിടത്തും ഉണ്ട്. സ്വിച്ച് ഇട്ട നേഴ്സ് വരുന്ന പരിപാടി എല്ലാ റൂംസിലും ഉണ്ട്. കൊറോണ പീരീഡ് ആയതുകൊണ്ട് തന്നെ റൂംസിന് റൂമിന് കുറവുണ്ടായിരുന്നു. സോ അവര് ഒരു റൂം വേക്കൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ അറിയിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. റൂം ഒഴിവെന്നെങ്കിൽ കയറുക, ആ രീതിക്ക് ചെയ്തെടുക്കുക. നമ്മൾ അന്ന് പാറുവിൻ്റെ ഡെലിവറി സമയത്ത് നമ്മൾ ഡീലക്സ് റൂം തന്നെ ഓപ്റ്റ് ചെയ്തു, കിട്ടി. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എമൗണ്ട് കുറച്ച് ഒരു 2300 ആ ഒരു എമൗണ്ട് ആയതേ ഉള്ളൂ പെർ ഡേ. അന്നത്തെ നോർമൽ റൂം റേറ്റ് 1600 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അത് കൊറോണ സമയം ആയതുകൊണ്ടായിരിക്കണം അത്രയും കൂടിയത്, ഇല്ലെങ്കിൽ അത്രയും കൂടത്തില്ല. കാരണം ആ ഒരു ആശുപത്രിയുടെ കുറച്ച് ഭാഗം കൊറോണ പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചു. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പീരീഡ് ആയിരുന്നു എല്ലാവർക്കും. അതിനെ ഡീൽ ചെയ്ത് നമുക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റി. സോ 5 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു, എല്ലാ വാക്സിനേഷൻ ഇതിലേക്ക് 2-3 വാക്സിനേഷൻസ് ഉണ്ടല്ലോ. ഏതൊക്കെ വാക്സിനേഷൻ ഉള്ളത് അറിയാമോ? BCG എടുത്തു, പിന്നെ മഞ്ഞയുടെ ഇഞ്ചക്ഷൻ, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വേണ്ടിയൊക്കെ അവർ ടെസ്റ്റ് ചെയ്യാൻ എടുത്തോണ്ട് പോകും. അതെ. ഈ മഞ്ഞ ഉണ്ടെങ്കിൽ അവർ വേറെ രീതിയിൽ ഡീൽ ചെയ്യും കേട്ടോ. ഞാൻ വേറെ കാനഡയിൽ ഒരു ഡെലിവറി കണ്ടിരുന്നു. അതായത് പ്രകാശം കൊള്ളിക്കുക ആ ഒരു പരിപാടി അതിനകത്തുണ്ട് കേട്ടോ. അവരത് ചെയ്യിക്കും. സോ പീഡിയാട്രീഷ്യൻ്റെ ഡിപ്പാർട്ട്മെന്റിലും പിന്നെ മാളൂസിന്റെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലും രണ്ടും റിലീവിങ് കിട്ടിയതിന് ശേഷം ആണ് നമുക്ക് ബില്ലടയ്ക്കേണ്ടി വരുന്നത്. ബില്ലടച്ച് ഫൈനൽ എമൗണ്ട് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആശുപത്രി വിടാം. മോക്ക് എല്ലാം ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വേറെ എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ 45 ഡേയ്സ് കഴിയുമ്പോഴായിരുന്നു ഇഞ്ചക്ഷൻ. ഇതൊക്കെ BCGയുടെ തന്നെ തോന്നുന്നു ഇഞ്ചക്ഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിന് 3-ന്റെ 4-ന്റെ തന്നെ ഡിസ്ചാർജ് കഴിഞ്ഞു. പിന്നെ എന്റെ ഡിസ്ചാർജേ ഉള്ളായിരുന്നു. കൊച്ചിന് ഡിസ്ചാർജ്, പിന്നെ മദറിന്റെ ഡിസ്ചാർജ്, രണ്ട് ബില്ലായിട്ട് തന്നെ വരും. രണ്ട് ഡിസ്ചാർജ് ആയിട്ട് തന്നെ വരും. പിന്നെ അന്നൊന്നും ഇയർ ബാലൻസിന് പിന്നെ 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇയർ ടെസ്റ്റിങ്ങിനൊക്കെ പോകുന്നത്. 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇയർ ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ കൊച്ചിനെ പീരിയഡിക് ആയിട്ട് കൊണ്ടുവരണം. അതിനിടയ്ക്ക് വാക്സിനേഷൻസ് ഉണ്ട്. അതൊക്കെ ഒരു ബുക്ക് കിട്ടും, ആശുപത്രിയിൽ നിന്നൊരു ബുക്ക് കിട്ടും എന്നൊക്കെ കൊണ്ടുവരണം എന്ന രീതിക്ക്. അതായത് ഏതൊക്കെ വാക്സിനേഷൻ, എത്ര ഡേറ്റ്, എത്രാം ചെക്കപ്പിൽ എത്ര ദിവസം, ചെവിയുടെ ചെക്കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലാവരും ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഈ ആശുപത്രിയിൽ ഗോകുലത്ത് എന്തായാലും ഉണ്ട്, ചെവിയുടെ ചെക്കപ്പ് ഉണ്ട്. നമ്മൾ 45ാമത്തെ ദിവസം കൊണ്ടുപോയി. മോക്ക് അതിന് മുമ്പേ കൊണ്ടു ചെല്ലണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് അത് നോക്കിയില്ലായിരുന്നു. അത് വിട്ടുപോയി. പിന്നെ കുഴപ്പം അടുത്ത ദിവസം കൊണ്ടുപോയപ്പോൾ കാണിച്ചു. 45 ഡേയ്സ് ആകുമ്പോൾ എന്നെ ഒന്ന് ഒപ്പിയിലൊന്ന് കാണിക്കും. അതെ, മദറിനെയും കാണിക്കും. ഈ ഒരു എമർജൻസി ആയതുകൊണ്ട് മാത്രം ബില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ എമർജൻസിയിൽ 16,000 കയറി എന്നല്ലാതെ അതുകൂടെ എല്ലാം കൂടെ ചേർത്ത് ബില്ല് പറയുകയാണെങ്കിൽ എത്രയായിരുന്നു നമ്മളെ പോളിസി? ബേബിയുടെയും ഇതും കൂടെ ഗ്രാൻഡ് ടോട്ടൽ പറയുകയാണെങ്കിൽ 32,588 അത്രയായിരുന്നു നമുക്ക്. എല്ലാം കൂടെ 32,588 ആയതേ ഉള്ളൂ. എല്ലാം കൂടെ ഹോസ്പിറ്റൽ ബില്ലിന്റെ കാര്യമാണ്. നമുക്കുള്ള ഫുഡിന്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റേ നെറ്റ് കിടക്കയോ വെച്ച് അതൊന്നുമല്ല. ആ ഒരു ഹോസ്പിറ്റലിൽ മദറിനും ചൈൽഡിനും എത്രയായി, ഇൻക്ലൂഡിങ് വാക്സിനേഷൻ എല്ലാം. അതായത് ഈ ഒരു 6 ദിവസത്തെ കാര്യം പറയണം. അഡ്മിറ്റ് ചെയ്ത് 6ാം ദിവസം ഇറങ്ങി. 45 ദിവസം പോയ ദിവസം എന്നല്ല പറയുന്നത്, ഈ 6 ദിവസത്തെ ബില്ലിംഗ് മാത്രമാണ് പറയുന്നത്. അഡ്മിഷൻ ഡേറ്റ് 2-ാം തീയതി, ബില്ല് ഡിസ്ചാർജ് ഡേറ്റ് 9-ാം തീയതി. അപ്പം 7 ദിവസം. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എഴുതി മേടിച്ചു. ഡിസ്ചാർജ് കിട്ടിയതിനു ശേഷം മദറിനെയും ചൈൽഡിനെയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നിട്ട് ഉള്ള കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വെച്ച് നമ്മൾ കെയർ ചെയ്യുന്നത് ആണ് ആ കൊച്ചിൻ്റെ ഫ്യൂച്ചർ. കിടക്ക, തലയണ, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. തലയണ എപ്രകാരമുള്ളതായിരിക്കണം പറയൂ. നമ്മള് മോന് കടു വെച്ചാണ് ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് പോകുന്ന അനുസരിച്ച് തല അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. അപ്പൊ ചരിഞ്ഞ് കിടന്ന് ആ സ്ഥലത്ത് ഇതാവത്തില്ല, അമങ്ങത്തില്ല. ചിലർക്ക് ഈ തല ഈ ഡെലിവറി സമയത്ത് നോർമലൊക്കെ ആകുമ്പോൾ എന്താണ് ഷേപ്പ് ആവത്തില്ല. അത് പിന്നെ റീഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഡെലിവറി കഴിഞ്ഞിട്ട്. അതിന് വേറെ ആയമാരെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മൾ ചെയ്യണം. അത് ഷേപ്പ് ചെയ്ത് കാരണം ഈ സമയത്ത് തല ഉറച്ചിട്ടില്ലല്ലോ. തലയുടെ കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കുന്ന ടൈപ്പാണ്. റീഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇവർക്ക് രണ്ടും അങ്ങനത്തെ ഇഷ്യൂ ഇല്ലായിരുന്നു. രണ്ടുപേർക്കും സിസിയറിനായതുകൊണ്ട് തലയ്ക്ക് എന്താണ് ഷേപ്പിന് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. മെത്ത എയർ കയറി ഇറങ്ങുന്ന ടൈപ്പായിരിക്കണം. ചിലതുകൊണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിടുമ്പം നല്ല അടിയിൽ നിന്ന് ചൂടായിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം വായു കയറി ഇറങ്ങണം. അതിൻ്റെ മെത്തയുടെ ഇടയിലൂടെ വായു കയറി ഇറങ്ങി സോ ദാറ്റ് അവിടെ ചൂട് വരല്ലേ.
പിന്നെ ഒരു ഇൻഫെക്ഷൻ ഡൈപ്പർ വെക്കാതെ തുണി തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത്. അതെ അതെ അതെ, ഡയപ്പർ വെക്കുന്ന കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇന്നവരുണ്ട് നല്ല ഹൈജീനിക് ആയിട്ട് തുണി കിട്ടും. പക്ഷെ നമ്മൾ തുണിക്ക് ഡയപ്പർ വെക്കുകയാണെങ്കിൽ ചിലർക്ക് റിയാക്ഷൻ ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ടോ? പറഞ്ഞേ. റിയാക്ഷൻ ഉണ്ട്, റാഷസ് വരും. ചിലർക്ക് റാഷസ് വരും. ആന്റി റാഷസ് ക്രീം കിട്ടും. പക്ഷെ അത് നിങ്ങളുടെ പ്രിഫറൻസ്, അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളെ കേസിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ കോട്ടൺ തുണിയാണ് വെച്ചിട്ടത് അല്ലേ? കോട്ടൺ അല്ലേ? അവർക്ക് 1 വയസ്സ് വരെയും അത് തന്നെയായിരുന്നു. 1 വയസ്സ് വരെ നമ്മൾ വേറെ മറ്റേ പാഡ്സ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പം നമ്മൾ ചികിത്സിച്ച ഡോക്ടറിന്റെ പേര് സുലേഖ ദേവി PV. നല്ലൊരു എക്സ്പീരിയൻസ് ഡോക്ടറായിരുന്നു. 2 പേർക്കും സെയിം ആയിരുന്നു. അത് ഞങ്ങൾ വളരെയധികം അവരെ കാണാനാണ് മോസ്റ്റ്ലി അവർ വരുന്നത്. റിട്ടയർഡ് ആയിട്ട് വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ബ്ലഡ് ബാങ്ക് അവിടെ ഉണ്ട്. ബേസിക്കലി ബ്ലഡ് ബാങ്ക് അവിടെ ഉണ്ട്. അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് അതൊരു തടസ്സമല്ല. പക്ഷെ നമ്മൾ ആളെ കൊണ്ടെത്തിക്കുന്ന വേറെ ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് കൊണ്ടെത്തിച്ചാലും മതി. അങ്ങനെയാണ് അവിടുത്തെ കണ്ടീഷൻ. പക്ഷേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അതേ സെയിം ഗ്രൂപ്പ് കൊണ്ടുകൊടുക്കണം എന്നൊക്കെ, ഒരാൾ ഒരു കുപ്പി സെയിം ബ്ലഡ് ഗ്രൂപ്പ്, മറ്റേതെങ്കിലും ഗ്രൂപ്പ് രണ്ടാമത്തെ ബ്ലഡ് ഗ്രൂപ്പ് കൊണ്ടെത്തിക്കുക. അങ്ങനെയാണ് അവിടുത്തെ കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ ഏതെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഇവിടെ ബ്ലഡ് ബാങ്കിൽ അവിടെ എന്തായാലും ബ്ലഡ് അവൈലബിൾ ആണ്. പൈസ അടച്ചാൽ മാത്രം മതി. സോ നമ്മൾ പേയ്മെന്റ് ചെയ്തത് ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആകാം, അല്ലെങ്കിൽ മറ്റേ UP ആവാം. എല്ലാവിധ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ, ഏകദേശം ഈവനിങ് ആയി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഒരു കൗണ്ടർ മാത്രമേ പേയ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുകയുള്ളൂ. അത് നോക്കിയോണം. ഫ്രണ്ടിലത്തെ കൗണ്ടർ മാത്രമേ അത് ഈവനിങ് കഴിഞ്ഞാൽ 5-6 മണി കഴിഞ്ഞാൽ അവൈലബിൾ ആവത്തുള്ളൂ. ഏർലി മോർണിംഗ് ഒരു 8 മണി 8-9 മണി കഴിഞ്ഞാൽ ബാക്കിയുള്ള പേയ്മെന്റ് കൗണ്ടേഴ്സ് വർക്ക് ചെയ്യും. ഫ്രണ്ടിലത്തെ ഒരു കൗണ്ടർ എല്ലാ സമയത്തും വർക്കിംഗ് ആയിരിക്കും. അവിടെ എല്ലാ ഫെസിലിറ്റീസും, എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസും അവൈലബിൾ ആണ്. മദർ നടക്കാൻ വയ്യ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബഗ്ഗി എന്ന സംഭവമുണ്ട്. നമ്മളെ ഗോൾഫ് കാർട്ടില്ലേ, ഗോൾഫ് കാർട്ട് അത് അവിടെ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടില്ലേ ഗോൾഫ് കാർട്ട്, അത് വെച്ച് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ലിഫ്റ്റ് എന്നല്ല വേറൊരു വഴി ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ഗോൾഫ് കാർട്ട് പോകാനായിട്ട്. പൈസ കൊടുത്താൽ അത് ആ ഒരു ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നമ്മൾ 4, 5, 6 പേർക്ക് ഇരിക്കാനകത്ത് 3 റോ ഉണ്ട് ഇരിക്കാനായിട്ട്. ലഗേജ് എല്ലാം ഇരിക്കാതെ തന്നെ വയ്ക്കാൻ പറ്റും. ലഗേജും വെച്ച് നമുക്ക് കാർ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വെഹിക്കിൾ എവിടെയുണ്ട് അവിടെ വരെ കൊണ്ടെത്തിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ അത് ഓർമ്മിപ്പിച്ച്, ചിലർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഗോൾഫ് കാർട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ആണ്. ഇലക്ട്രിക്. മാളൂസിന് വേറെ ടാബ്ലറ്റ് വന്നിരുന്നോ എന്ന് വല്ല കഴിക്കാനൊക്കെ? ഇവിടെ വന്നിട്ട് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിക്കാൻ, 1 മാസം കഴിക്കാൻ ഉണ്ടായിരുന്നു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പെയിന് തേക്കാൻ വേണ്ടി ഒരു ഓയിൽമെന്റ് ഉണ്ടായിരുന്നു. അതെ. ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത്, സിസറൻ ചെയ്ത ഭാഗത്ത് ഒരു ഓയിൽമെന്റ് കൊടുത്തിരുന്നു. കാരണം അത് മാറാനായിട്ട്, സ്റ്റിച്ച് ഉണങ്ങാനായിട്ട്. അത് എത്ര ദിവസമായിരുന്നു? ഉണങ്ങുന്നതനുസരിച്ചിട്ടായിരുന്നു. പക്ഷെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഞാൻ വീണ്ടും വിട്ടു. പക്ഷെ അത് ഉള്ളിലുള്ള വേദനയായിരുന്നു. ഫ്രണ്ട് അപ്പം തന്നെ കരിഞ്ഞായിരുന്നു. സ്റ്റിച്ച് ഓട്ടോമാറ്റിക് കരിയല്ലേ അല്ലേ? നമ്മൾ അഴിക്കാനൊന്നും പോട്ടല്ലോ, സ്റ്റാപ്ലറാണ്. സോ അത് ഓട്ടോമാറ്റിക് കരിഞ്ഞ് മാറുകയായിരുന്നു ചെയ്തത്. ആ ഒരു പാട്. സോ അന്നത്തെ സപ്പോർട്ടിങ് സ്റ്റാഫ്സ് ആയാലും നഴ്സുമാരായാലും ഡോക്ടേഴ്സ് എല്ലാം വളരെയധികം മെച്യൂർഡ് ആൻഡ് റെസ്പോൺസിബിളി ഡീൽ ചെയ്തു കാര്യങ്ങൾ. അപ്പം ഇതായിരുന്നു നമ്മളെ ജീവിയുടെ ഡെലിവറി. ഫാറൂസിൻ്റെത് ഇത് തന്നെയായിരുന്നു, റൂംസ് മാത്രം ഡിഫറെൻ്റ് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി സിസിയറിനായിരുന്നു. വി ആർ നോട്ട് നമ്മൾ നോർമൽ എക്സ്പെക്ട് ചെയ്തില്ല. അത് കംപ്ലീറ്റ് സിസിയർ തന്നെയായിരുന്നു. സോ ഇവൻ്റെ കേസിൽ അത് നോർമലായിരുന്നു. പക്ഷേ അത് എമർജൻസി കൊണ്ട് സിസിയറിനായിട്ട് മാറിയതാണ്. പിന്നെ ഫാറൂസിൻ്റെ കേസിൽ റൂംസിൻ്റെ ഫെസിലിറ്റി മാത്രം കുറച്ച് കൂടി. അത് എമൗണ്ട് എത്രയാണ്ട് 60 70 എല്ലാം കൂടെ ആയി. അതൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവൻ്റെ വാടിക്കിടക്കുകയാണെങ്കിൽ വളരെയധികം കുറവ് മാത്രമേ ഉള്ളൂ. ഈ റൂം റെൻ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, 7 ദിവസത്തെ റൂം റെൻ്റ് ഒന്നും കൊടുക്കണ്ട. സോ ദാറ്റ് ഈസ് മച്ച് ചീപ്പർ. അപ്പം ഇത്രയല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.
ബൈ. Bye. ബൈ.